നികുതികളും ഫീസുകളും പിഴകളും വയനാടിന്റെ വിളി പച്ചയാം വിരിപ്പിട്ട സഹിളിൽ തലവെച്ച് കിടക്കുന്ന ആ മലയാളക്കരയിൽ വിളി ഭരണമെന്നല്ല പറയുന്നത്, ഇതിനെ കൊള്ളയെന്നാ പറയേണ്ടത്. പച്ച പനന്തത്തെ പാറി പറന്ന് നടക്കുന്ന ആ പുഞ്ചപ്പാടങ്ങളിൽ എവിടെ? ഈ 3,35,00,000 ജനത്തിന്റെ നികുതി പണം മുഴുവൻ വീതിച്ചെടുക്കുക. ഞാൻ ചോദിക്കുകയാണ് സുഖിളി, വഴി മണപ്പിച്ചിട്ട് അതിന്റെ പേര് പിഴ. അങ്ങനെ കൊടുത്തതിന്റെ ചെപ്പക്കുറ്റിയെ അടിച്ചു പൊട്ടിക്കും. അതിനു മുമ്പ് സൗകര്യമുള്ള റോഡ് മുഴുവൻ കുഴി ഉണ്ടാക്കി വെച്ചിട്ടോ. പറയൂ പറയൂ സർക്കാരെ. 75 കോടിക്ക് തീർത്ത പണിക്ക് 1700 1800 കോടി പിരിച്ചിട്ടും തീർക്കുന്നില്ല, പിന്നെ ഉണ്ടാക്കുമോ? അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം നമ്പർ 1 ഗുലാബ് സിന്ദാബാദ്. അയ്യോ വർദ്ധിപ്പിച്ച ഇന്ധന നികുതി. അപ്പോ എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല. ഒട്ടുക്കത്തെ കറണ്ട് കാശ് നമുക്കിട്ടോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ഇത്രയും വലിയ കറണ്ട് കാശ്. ഏറ്റവും ലളിതമായിട്ട് ഉണ്ടാക്കാം. എന്താ വരവ്, എന്താ വരവ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. വെള്ളക്കരം യൂണിറ്റിന് 10 രൂപ. വെള്ളത്തിന് ഒരു പഞ്ഞവും ഇല്ല. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? ഭൂമിയുടെ അടിസ്ഥാന വിലയിലെ 20% വർധന. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഭൂനികുതി 50% വർധന. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടി. പഴയ വാഹനം കൊണ്ടു നടക്കുന്നവർക്ക് ടാക്സ് ഡബിളോ. അതെ. എന്താടാ കളിക്കേ? കെട്ടിട നികുതി ഒരു 1600 1700 രൂപ ഉണ്ടായിരുന്നു, 21,000. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? വീടിന്റെ മണ്ട ചോർച്ച കാരണം ഷീറ്റ് ഇട്ടവൻ അതിന് വേറെ നികുതി. മണ്ട തുണി ഇടുമ്പോ പ്രാവും കാക്കയും കയറി തൂറി വെക്കാതിരിക്കാൻ വേണ്ടി വലയിട്ട് കഴിഞ്ഞാൽ അതിന് വേറെ നികുതി. I am KT Martin, Additional Director of CBI from Delhi. ഇഷ്ടപ്പെട്ടവർക്കെല്ലാം തിരികെ കയറ്റി ജോലി. കൊഴി നിറഞ്ഞ റോഡുകൾ. നിങ്ങൾ മിടുക്കനാണ്. നിങ്ങളെ CBIയിലേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ താല്പര്യമുണ്ടോ? നമുക്കെതിരെ വരും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. ഇത് സെൽഫ് ഡിഫൻസിനുള്ളതാണ്. നിങ്ങൾ എന്നെ ആക്രമിച്ചാൽ മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കൂ. കളിവരായിതാ